ഉദ്യോഗാർത്ഥികൾക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിക്ക് ആലപ്പുഴയിൽ തുടക്കമായി. ആലപ്പുഴ SD കോളേജിൽ ആരംഭിച്ച മേളയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്ക് വലിയ ഒരു ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം അവിടെ നടന്നു കഴിഞ്ഞു. എങ്ങനെ പുരോഗമിക്കുന്നു? തീർച്ചയായിട്ടും ഷമി സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഒരു ആശ്വാസമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭ്യമാകുന്നത്. അതിവിടെ എത്തിയ ഉദ്യോഗാർത്ഥികളുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് പറയാൻ സാധിക്കുന്നതും അത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഏതാണ്ട് 45,000 പേരാണ് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കിടയിൽ ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്തത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 150ഓളം കമ്പനികളും ഇതിനായിട്ട് മുൻപോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ആലപ്പുഴയിൽ നടന്ന ഈ തൊഴിൽ മേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയാണ് നിർവഹിച്ചത്. അതിന്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 150 കൗണ്ടറുകളുണ്ട്. അതായത് ഉദ്യോഗാർത്ഥികളെ തേടി 150 കമ്പനികൾ ഈ SD കോളേജിൽ താൽക്കാലികമായി സ്ഥാപിച്ചിട്ടുള്ള ഈ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഏതാണ്ട് അവർക്ക് 2000-ലധികം ഉദ്യോഗാർത്ഥികളെ ഇന്ന് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂകളാണ് ഓരോ ബ്ലോക്കുകളായിട്ട് തിരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിദ്യാർത്ഥികളുമൊക്കെ തന്നെ വളരെ സന്തോഷത്തിലാണ്. അവർ പഠിച്ചിറങ്ങുന്നവരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, അതോടൊപ്പം തന്നെ പഠനം കഴിഞ്ഞ് വിവാഹവും കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഇത്തരത്തിൽ എല്ലാ മേഖലകളിൽ നിന്നുള്ളവർക്കും ഏത് തരത്തിലുള്ള ജോലിയും ലഭ്യമാക്കുക എന്നുള്ള സർക്കാരിന്റെ ഈ ഒരു സംരംഭത്തെ വളരെ സന്തോഷത്തോടും അതോടൊപ്പം തന്നെ വളരെ പ്രതീക്ഷയോടും കൂടി തന്നെയാണ് ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗാർത്ഥികളുമൊക്കെ കാണുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴും കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്ര വലിയ ഒരു പദ്ധതി ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇന്ന് തന്നെ ഏതാണ്ട് 2000-ഓളം പേർക്ക് ജോലി ലഭ്യമാക്കാൻ സാധിക്കും എന്നാണ് ഇതിന്റെ മുഖ്യ സംഘാടകൻ കൂടിയായിട്ടുള്ള മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ 25,000 പേർക്ക് തൊഴിൽ ലഭ്യമാകും. ഏതാണ്ട് 1 വർഷത്തിനുള്ളിൽ 5 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ ലഭ്യമാകുന്ന തരത്തിലേക്കാണ് ഈ ഒരു പ്രൊസീജിയർ ഈ ഘട്ടം ഘട്ടമായിട്ട് മുൻപോട്ട് പോകുന്നത്. എന്തായാലും വരും വർഷങ്ങളിൽ ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളെ തേടി കമ്പനികൾ എത്തുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. നമുക്കറിയാം, ചില ക്യാമ്പസുകളിലൊക്കെ തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കണ്ടിരിക്കുന്നത്. അത് സാധാരണക്കാർക്കിടയിലേക്ക് കമ്പനികൾ വന്നിരിക്കുന്നു. ചില കമ്പനികളുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്ക് പല വിഭാഗങ്ങളിലായിട്ട് ജോലിക്കാരെ ആവശ്യമുണ്ട്. അതിനൊക്കെ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇവിടെ എത്തിയപ്പോൾ അവർക്കും അത് വളരെയധികം പ്രതീക്ഷ നൽകുന്നു. ഇത്തരത്തിൽ തൊഴിൽ അന്വേഷകർക്കും അതോടൊപ്പം തന്നെ തൊഴിൽ നൽകുന്നവർക്കുമൊക്കെ തന്നെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സംരംഭം തന്നെയാണ് സർക്കാരിന്റെ ഈ മെഗാ തൊഴിൽ മേള. ഷമീൻ, ആലപ്പുഴയിൽ തൊഴിൽ മേളയ്ക്ക് തുടക്കമായിരിക്കുന്നു. മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.